അപ്പോൾ നമുക്ക് വാർത്താമഴയിലേക്കൊന്ന് പോകാം. പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്തകൾ നമുക്കൊന്ന് നോക്കി വരാം. എന്തൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി പത്രങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് നോക്കിയാൽ, മലയാള മനോരമയുടെ 2 പ്രധാനപ്പെട്ട ആദ്യ പേജുകൾ. അതിൽ കേരളത്തിന് തിരിച്ചടി, മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ തമിഴ്നാടിന് അനുകൂലം. പ്രേക്ഷകർക്ക് പരിഭ്രാന്തപ്പെടാനൊന്നുമില്ല. മരം മുറിക്കുന്നതിൽ കേന്ദ്ര തീരുമാനം 4 ആഴ്ചയ്ക്കകം ഉണ്ടാവും. അറ്റകുറ്റപ്പണി നടത്തുന്നതിന് തമിഴ്നാട്ടിലെ അതേപോലെ മേൽനോട്ട സംരക്ഷണ സമിതിക്കും അനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കേരളം സഹകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയ വാദങ്ങൾ ഉയർത്തരുത് എന്നുകൂടി പറയുന്നുണ്ട് സുപ്രീം കോടതി. അതും പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ നൽകുന്നുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയല്ലെന്നും പുതിയ അണക്കെട്ട് എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഡാമിന്റെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് കോടതി പരിഗണിച്ചതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ തമിഴ്നാട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിശ്ചിത സമയത്തിനകം തീരുമാനവും തുടർ നടപടിയും വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണിക്ക് കേരളത്തിന്റെ മേൽനോട്ടവുമാകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയവാദം വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞതും പത്രം പ്രധാനമായിട്ടും നൽകുന്നു. മറ്റൊരു വിഷമം ഉള്ള ഒരു വാർത്തയുള്ളത്, കാറിനുള്ളിൽ 4 കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ചൊരു വാർത്ത മനോരമ ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ആ വാർത്ത കൊടുത്തിരുന്നു. ഇവിടെയല്ല, ആന്ധ്രാപ്രദേശിലാണ്, ദ്വാരകാപുരി എന്ന സ്ഥലത്താണ് സംഭവം. പൂട്ടുവീണ കാറിൽ അകപ്പെട്ട സഹോദരങ്ങൾ ഉൾപ്പെടെ 4 കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ചു. 3 പേർ പെൺകുട്ടികളാണ്. 8 വയസ്സ്, 6 വയസ്സ്, 8 വയസ്സ്, 8 വയസ്സ്. 8 വയസ്സുള്ള 3 കുട്ടികളും ഒരു 6 വയസ്സുള്ള കുട്ടിയുമാണ് മരിച്ചത്. എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ ഉച്ചയ്ക്ക് വിജയനഗരം ജില്ലയിൽ ഈ കളിക്കുന്നതിനിടെ മഴ പെയ്തപ്പോൾ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ കുട്ടികൾ കയറി. പക്ഷേ കുട്ടികൾ കയറിയപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ലോക്ക് സംവിധാനം പ്രവർത്തിച്ച് വാതിലടഞ്ഞു. കുട്ടികൾ ഉള്ളിൽപ്പെട്ടു. 6 മണിക്കൂറിന് ശേഷം ചില്ലു തകർത്താണ് ഈ കുട്ടിയെ പുറത്തെടുത്തത്. കുട്ടികളെ ഈ സമയം ഒന്നും മാതാപിതാക്കൾ കുട്ടിയെ അന്വേഷിച്ചില്ല. ഒരുപക്ഷെ കളിക്കുന്നത് കൊണ്ടാവാം കുട്ടികൾ കാറിൽ കയറി, അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാറിനുള്ളിൽ കുട്ടികളെ ഇരുത്തിയിട്ട് നിങ്ങൾ പുറത്തു പോകാതിരിക്കുക. ഓട്ടോമാറ്റിക് ലോക്ക് വീണ് കഴിഞ്ഞാൽ ശ്വാസം മുട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരിടത്തു നിന്നും വായു ഉള്ളിലേക്ക് വരണം എന്നില്ല. പ്രത്യേകിച്ച് 1-2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കുട്ടികൾ ഫെയിൻ്റ് ആവാൻ സാധ്യതയുണ്ട്. പുറത്തു വരുന്നവർ ശ്രദ്ധിക്കുകയില്ല, കുട്ടികൾ ഉറങ്ങുകയാണെന്ന് കരുതി. അത് പ്രത്യേകം എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുക. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ആ വാർത്ത വന്നത്. മാതൃഭൂമിയുടെ ലീഡ് എന്താ? മാതൃഭൂമി ഞാൻ എടുത്തപ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിച്ചതേ ഇതിന്റെ തലക്കെട്ടാണ്. ഇതെന്ത് പാതകം. അപ്പൊ ഈ കാ എന്താ മാത്രം കറുപ്പ് കളറിൽ എന്നുള്ളത്, മറ്റേത് പർപ്പിൾ. അത് ഇതെന്ത് പാതകം എന്നുള്ളത് പാത മാത്രം, അതാണ് തലക്കെട്ട്. അത് ആ പണി പൂർത്തിയാകാത്ത ദേശീയ കുരിയാട്. പിന്നെ കല്യാണിയുടെ ദൃശ്യമാണ്. അതാണ് ഏറ്റവും ആ റോഡ് വിണ്ട് കയറിയിരിക്കുന്നത് നോക്കൂ. അത് കാണുമ്പോൾ തന്നെ ഇതേ പൊളിഞ്ഞു വീഴുമെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോ. മനോരമയിലും ആദ്യ പേജിൽ അത് കൊടുത്തിട്ടുണ്ട്. ചങ്കിടിഞ്ഞ് എന്ന അടിക്കുറിപ്പോട് കൂടി നമ്മൾ പറയില്ല അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. ശരിക്കും ആ കാറൊക്കെ അവിടെ അതിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളത്. അതായത് അവസാന ഘട്ടത്തിലുള്ള പാതയാണ്. 250 മീറ്ററോളം തകർന്നു. ഏതെങ്കിലും തരത്തിൽ ആ പാത പ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? അപകടം കൂടിയാണ്. പക്ഷേ സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണു. 2 കാർ ആ സ്ഥലത്ത് ആ സമയത്തുണ്ടായിരുന്നു. ആ ചിത്രവും പത്രം പങ്കുവയ്ക്കുന്നുണ്ട്. ദേശീയപാതയിൽ മലപ്പുറം കൂരിയാട് പാടത്ത് മണ്ണിടിഞ്ഞ് റോഡിലെ കാറിനുള്ളിൽ പതിച്ചപ്പോൾ പാടത്ത് നിന്ന് 4 മീറ്ററോളം ഉയരത്തിലാണ് സർവീസ് റോഡ്. 10 മീറ്ററോളം ഉയരത്തിലുള്ള പ്രധാന പാതയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത്. എന്തായാലും അതിൽ കൂടുതൽ അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് പാതകമെന്ന് മാതൃഭൂമിയുടെ തലക്കെട്ട്. ഇടിഞ്ഞുതാണ് ദേശീയപാത എന്ന് മലയാള മനോരമയുടെ തലക്കെട്ട്. ദേശാഭിമാനിയിൽ ആ വാർത്ത ആദ്യ പേജിൽ കാണാൻ സാധ്യതയില്ല. വാർത്തയില്ല, സ്വാഭാവികം. ഇ ഡി റാക്കറ്റിന്റെ വാർത്തയാണ് ലീഡായിട്ടുള്ളത്. തെളിവുകൾ ശക്തം, അതാണ് ഹെഡ്. വാർത്ത എങ്ങനെയാണ്? കേസൊതുക്കാൻ വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള തെളിവുകൾ ശക്തം. ഇ ഡി ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാക്കുന്ന ഡയറി ഉൾപ്പെടെ നിർണായക തെളിവുകൾ വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലും ഓഫീസിലും നടത്തിയ പരിശോധനയിലാണ് ഇവ ലഭിച്ചത്. അപ്പോൾ തെളിവുകളെല്ലാം ഏറെക്കുറെ കിട്ടിയെന്നാണ് ദേശാഭിമാനി. വിജിലൻസും ഇ ഡിയും തമ്മിലുള്ള ഈ യുദ്ധം യഥാർത്ഥത്തിൽ കടുവയെ പിടിച്ച കിടുവ എന്നാണ് ഞാൻ പറയുക. ഇ ഡിക്കെതിരെ വിജിലൻസ്. കാലങ്ങളായിട്ട് കേരള സർക്കാരിനെതിരെ ഇ ഡി നീങ്ങിക്കൊണ്ടിരുന്നു എന്ന തരത്തിലാണല്ലോ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഇ ഡി പറഞ്ഞൊരു കാര്യമുണ്ട്, വിജിലൻസിനെ കൂട്ടുപിടിച്ച് മാധ്യമങ്ങൾ ചമയ്ക്കുന്ന കെട്ടുകഥ. അങ്ങനെ പറഞ്ഞു. പല കാലങ്ങളിലും ഇ ഡി ചില കഥകളൊക്കെ ചമച്ചതും പത്രങ്ങളിൽ വന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അത് തിരികെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഉള്ള തെളിവുകൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോഴും വിനോദ് കുമാറിനെതിരെ ഒന്നും തെളിവുകളില്ല. ശേഖർ കുമാർ വരെ നിൽക്കുന്നുള്ളൂ. അസിസ്റ്റന്റ് ഡയറക്ടർ വരെ നിൽക്കുന്നതാണ് നിലവിലുള്ള ഈ വിജിലൻസിന്റെ തെളിവുകൾ എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തിലെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും വന്നൊരു സെന്റൻസ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, കർമ്മ ഇസ് എ ബൂമറാങ്. അതെ, അങ്ങനെയാണ് പലരും എഴുതി കണ്ടതിനാൽ. എന്തായാലും വിജിലൻസ് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇ ഡി ശക്തമായിട്ട് അതിനെ നിഷേധിക്കുകയും ചെയ്തിരിക്കും.
തലക്കെട്ടിലുണ്ട്. മാധ്യമത്തിലെ പ്രധാന തലക്കെട്ട് ഇതൊന്നുമല്ല, ഇന്നലെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയിലെ അപ്ഡേറ്റ് ആയിരുന്നു. വ്യാജ പരാതിയിൽ ദലിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവം, മുഖം രക്ഷിക്കാൻ എന്ന തലക്കെട്ടോടു കൂടിയാണ് മാധ്യമം വാർത്ത നൽകിയിരിക്കുന്നത്. SIക്ക് സസ്പെൻഷൻ, പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യത. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണം എന്ന് രാവിലെ ബിന്ദു പറഞ്ഞിരുന്നു. പക്ഷേ വൈകുന്നേരം നമ്മുടെ ചർച്ചയിൽ അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ പ്രതികരണത്തിൽ തൃപ്തയാണ് എന്നാണ് ബിന്ദു പറഞ്ഞത്. ബിന്ദുവിൻ്റെ അഭിഭാഷകനും പറഞ്ഞിരുന്നത് അതാണ്. പക്ഷേ അത് പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നൽകിയിട്ടില്ല. ആദ്യം പറഞ്ഞതാണ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണം, പൊളിറ്റിക്കൽ സെക്രട്ടറി പരാതി വാങ്ങി മേശപ്പുറത്തിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാതൃഭൂമിയിൽ അത് കാകദൃഷ്ടിയിൽ ആ വാർത്തയുടെ പറയുന്നുണ്ട്. ബിന്ദു വന്നിരുന്നു, കേസ് ഗൗരവമായി എടുത്തു. ദളിത് യുവതി പോലീസ് സ്റ്റേഷനിൽ അപമാനിക്കപ്പെട്ട സംഭവത്തിൽ P ശശി താഴെ ഭയങ്കര ഗൗരവത്തോടെ എടുത്ത് കൊട്ടയിലിട്ടെന്നാണ് പരാതി. അതെ, പക്ഷേ അത് അല്ല, അങ്ങനെയല്ല എന്നുള്ളതാണ് ബിന്ദുവിന്റെ അഭിഭാഷകൻ പറയുന്നുണ്ട്. നമുക്ക് ബിന്ദുവിന്റെ അഭിഭാഷകൻ പറയുന്നതും ബിന്ദു പറയുന്നതും വിശ്വസിക്കുന്ന നിർത്തിയുള്ളൂ. പക്ഷേ ആദ്യഘട്ടത്തിൽ ബിന്ദു പറഞ്ഞത് താൻ കേട്ടില്ല എന്നാണ്. അത് പിന്നീട് അവർ വിശദീകരിക്കുന്നുണ്ട്. അഭിഭാഷകനാണ് കേട്ടത്, നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉറപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ്. ദ ഹിന്ദു പത്രത്തിലേക്ക് കൂടി എത്തിയാൽ പാകിസ്ഥാൻ ഹാഡ് നോട്ട് റിസോർട്ട് ടു ന്യൂക്ലിയർ സിഗ്നലിംഗ് സെന്റർ പറയുന്നു. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കും എന്ന തരത്തിലുള്ള ഒരു സൂചനയും നൽകിയിരുന്നില്ല. അത്തരം ഭീഷണി ഉണ്ടായിരുന്നില്ല. US വാസ് നോട്ട് ഇൻവോൾവ് ഇൻ സീസ്ഫയർ ടോക്സ്. അമേരിക്ക വെടിനിർത്തൽ ചർച്ചകളിൽ ഒന്നും തന്നെ ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഇന്നലെ വ്യക്തത വരുത്തിയിട്ടുണ്ട് വിക്രം മിശ്രി, ഫോറിൻ സെക്രട്ടറി. ഇന്നിപ്പോൾ വിവിധ നമ്മുടെ മിഷന് പോകുന്ന സംഘങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഫോം SIT ടു പ്രോബ് FIR ഓൺ MP മിനിസ്റ്റേഴ്സ് റിമാർക്ക്. മധ്യപ്രദേശ് മന്ത്രിയായ വിജയ് ഷായുടെ പ്രതികരണത്തിൽ സോഫിയ ഖുറേഷി അപമാനിച്ച വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി വളരെ രൂക്ഷമായാണ് വിമർശിച്ചത്. ലജ്ജിക്കുന്നു എന്നാണ്, രാജ്യം ലജ്ജിക്കുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് ഗംഭീരമായ മുതലക്കണ്ണീര് വേണ്ട എന്ന് കൂടി കോടതി. അപ്പം എന്നിട്ടും ഈ ചങ്ങാതിക്ക് നാണമില്ലേ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഈ വിജയ് ഷാ എന്ന് പറയുന്ന മന്ത്രി ഇപ്പോഴും അവിടെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് മന്ത്രിപദത്തിൽ. ഒരു മന്ത്രിക്കെതിരെ സുപ്രീം കോടതിക്ക് പറയാവുന്ന എല്ലാ ഭാഷയിലും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും പുള്ളിക്ക് അതില്ല. ഇങ്ങനെയുള്ളവരെ കുറിച്ചാണല്ലോ പറയുക, ചിലരൊക്കെ ആല് കളിച്ചാൽ അതും തണല് എന്നുള്ളതാണ്.